എന്തായാലും 1000 ചാക്ക് നല്ല പഴുത്തിട്ടുണ്ട്. അപ്പം അത് മുറിക്കാൻ പോവാണ്. അതേപോലെ തന്നെ നമ്മുടെ റംബുട്ടാനും അവിടെ നിർത്ത് മുറിച്ച് നോക്കാം നമുക്ക്. എന്താ ഈ കളറ് കണ്ട, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ചില്ലറ സാധനമില്ല കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഇതിൻ്റെ നല്ലൊരു അടിപൊളി ചുള നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചുള നമ്മളൊന്ന് കഴിച്ച് നോക്കാം കണ്ടത്. ഒന്നും പറയാ ചേട്ടാ, എമ്മാതിരി മധുര, ഒരു രക്ഷയില്ല. ചുള ഇതിൽ കുറവാണ്, ചെറിയ ചക്കയ കാരണം. എന്നിരുന്നാലും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അപ്പം എന്തായാലും കുറുമാലിക്കുന്നെന്ന് പറഞ്ഞ ചക്ക ഇട്ട് അധികം ചുളയൊന്നുമില്ല, ആകെയുള്ള ചുളയാണ് ഇതിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഉള്ള സാധനം അടുത്ത് നമുക്ക് റംബുട്ടാൻ്റെ അടുത്തേക്ക് പോവാം. അതേപോലെ തന്നെ നമ്മളെ റാസ് ഗാർഡിൽ നിന്ന് മേടിച്ചിട്ടുള്ള റംബുട്ടാനാണ്. അപ്പോൾ അത് 2 കൊല്ലം കൊണ്ട് നിറഞ്ഞ ഈ പരുവത്തിലായി. കുറേ പൊട്ടിച്ചു കേട്ടോ, ഒരു 2-3 കിലോ ഒക്കെ പൊട്ടിച്ചു. ഇനിയിപ്പോൾ അതങ്ങനെ പഴുപ്പാവുന്നുള്ളൂ. ഇപ്പം എന്തായാലും ഒരെണ്ണം നമ്മൾ പൊട്ടിക്കാം. അയ്യോ, നോക്കത് എങ്ങനെയുണ്ട്. അയ്യോ, വലിയ കായ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഒരു വെറൈറ്റിയാണ് കണ്ടോ, ഇമ്മാതിരി സൈസാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. കണ്ട, കുരുമ പിടിക്കില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കുരുമ പിടിക്കാതെ ഉള്ള ഐറ്റാ. കുരുവെന്ന് പറഞ്ഞില്ല, വെറും ദശ മാത്രമേ ഉള്ളൂ. സൂപ്പറാണ്, നല്ല പഞ്ചസാരയുടെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി ഇട്ടത്. അങ്ങനെ കായകളൊക്കെ അങ്ങനെ അവിടേക്ക് പച്ച. വീണ്ടും പൂത്തുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ദിവസം ഈ 2-3 ഒക്കെ പൊട്ടിച്ച് കഴിക്കലുണ്ട്. പിന്നെ ചിലപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കും.